എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ അടുത്ത കാലത്തൊരു സുഹൃത്ത് ചോദിക്കുകയുണ്ടായി, ക്യാൻസർ എങ്ങനെയാണ് വരാതെ നോക്കേണ്ടത്? ക്യാൻസറിൻ്റെ ഒരു അവസ്ഥ വളരെ ഭീകരമാണല്ലോ. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരുപാട് വിഷമവും ബുദ്ധിമുട്ടുകളൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ ഈ രോഗം വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സയുണ്ടോ എന്നുള്ള തരത്തിലുള്ള കുറേ ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുകയുണ്ടായി. തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ശരീരത്തിൽ മാരകമായിട്ടുള്ള അസുഖങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ വരാതെ നോക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. നിർഭാഗ്യവശാൽ നമുക്കൊരു അസുഖം, ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ അതിനെ പ്രകൃതിദത്തമായ രീതിയിൽ തന്നെ ചികിത്സിക്കുകയും അതിനെ നേരിടുകയും വേണം. ഇന്ന് നമുക്കറിയാം, ലോകത്തിൽ മരുന്നില്ലാത്ത ഏറ്റവും മഹത്തായ, ഏറ്റവും മികച്ച ഒരു ചികിത്സ തന്നെയാണ് അക്യുപഞ്ചർ ചികിത്സ എന്ന് പറയുന്നത്. തീർച്ചയായും ഏതൊരു രോഗത്തിനും, ഏതൊരു പ്രയാസത്തിനും, മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഇന്ന് അക്യുപഞ്ചർ ചികിത്സയിൽ പരിഹാരമുണ്ട്, ചികിത്സയുണ്ട്. അപ്പോൾ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ക്യാൻസറാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു രോഗവും പെട്ടെന്ന് ഒരു മനുഷ്യനെ കീഴടക്കുന്നതല്ല. നമ്മൾ നമ്മുടെ ശരീരത്തോട്, നമ്മുടെ ചുറ്റുപാടിനോട്, നമ്മുടെ പ്രകൃതിയോട് കാണിക്കുന്ന തെറ്റുകളും കുറ്റങ്ങളും അതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രപഞ്ചം, ഈ യൂണിവേഴ്സ് നിലനിൽക്കുന്നത് പഞ്ചഭൂത തത്വങ്ങളിലാണ്, അഥവാ 5 എലമെന്റ്സ്. വായു, വെള്ളം, ആകാശം, അഗ്നി, ഭൂമി. ഈ 5 തത്വങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ യൂണിവേഴ്സ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യൂണിവേഴ്സിലുള്ള, ഈ പ്രകൃതിയിലുള്ള, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളുടെയും പ്രവർത്തനത്തിന് ഈ 5 ഘടകങ്ങളുടെ ബാലൻസിങ് വളരെ അത്യാവശ്യമാണ്. ഏതെങ്കിലും ഒരു വസ്തു, ഇപ്പോൾ വായു ആയിക്കൊള്ളട്ടെ, വെള്ളമായിക്കൊള്ളട്ടെ, ഏതെങ്കിലും ഒരു ഘടകം കൂടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ നിലനിൽക്കാൻ കഴിയില്ല. ശരിയല്ലേ? ശക്തമായ ഒരു വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ മനുഷ്യനിവിടെ നിലനിൽക്കാൻ കഴിയും. എന്നാൽ മനുഷ്യന് ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ കുടിക്കാനും കുളിക്കാനും അവൻ്റെ ദൈനംദിന ആവശ്യങ്ങൾക്കൊക്കെ വെള്ളം വേണ്ടേ? അതുപോലെ തന്നെ സൂര്യപ്രകാശം, അഗ്നി, വെയിലുണ്ടെങ്കിലാണ് നമുക്കിവിടെ മരങ്ങളും ഭക്ഷണങ്ങളൊക്കെ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. എന്നാൽ ചൂട് കൂടിക്കഴിഞ്ഞാലോ നമുക്ക് കുടിക്കാനുള്ള വെള്ളം വരെ വറ്റിപ്പോകും. അപ്പോൾ ഈ പറയുന്ന 5 പഞ്ചഭൂത തത്വങ്ങളുടെ ബാലൻസിങ് ഈ പ്രകൃതിയുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ വയനാട്ടിൽ കണ്ട സംഭവങ്ങൾ വരെ പ്രകൃതി അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പരിശ്രമിച്ചു എന്ന് വേണം നമുക്ക് കരുതാൻ. ഒരിക്കലും ആ ദുരന്തത്തിൽ അകപ്പെട്ടു പോയ ആളുകൾ ഒരുപക്ഷെ തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മൾ മനുഷ്യരായിട്ടുള്ള നമ്മുടെ മനുഷ്യ സമൂഹം എപ്പോഴോ ചെയ്ത ഒരു തെറ്റ് ആ പ്രകൃതിക്ക് ആ മുറിവിനെ ഉണക്കാൻ, അതിനെ ബാലൻസ് ചെയ്യാൻ ഒരു സാഹചര്യം വന്നപ്പോൾ പ്രകൃതി അത് ബാലൻസ്ഡാക്കി എന്ന് മാത്രമേ നമുക്ക് കരുതാനുള്ളൂ. അപ്പോൾ മനുഷ്യനൊരു പ്രകൃതിദത്ത ജീവി ആയതുകൊണ്ട് തന്നെ പ്രകൃതിക്കാണെങ്കിൽ ജീവിക്കുക. മനുഷ്യൻ കഴിക്കുന്ന ആഹാരമായാലും ഈ പ്രകൃതിക്കിണങ്ങിയ, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പ്രകൃതിദത്തമായിട്ടുള്ള ഭക്ഷണത്തെ കഴിക്കാൻ ശ്രമിക്കുക. നമ്മൾ കഴിക്കുന്ന ആഹാരവും വായുവും വെള്ളവും ഇതൊന്നും പഴയ കാലത്തെ അപേക്ഷിച്ച് ഇന്ന് ശുദ്ധമല്ല. അപ്പോൾ എത്രത്തോളം ശുദ്ധമായിട്ടുള്ള ആഹാരവും വെള്ളവും വെളിച്ചവും വായുവും നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ശരീരം ശുദ്ധീകരിക്കപ്പെടുകയും ശുദ്ധമാവുകയും ബാലൻസ്ഡ് ആവുകയും അതുപോലെ പ്രകൃതിക്കാണെങ്കിൽ ഈ പഞ്ചഭൂത തത്വങ്ങളുടെ ബാലൻസിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും നമുക്ക് രോഗങ്ങളും അസുഖങ്ങളൊന്നും ഇല്ലാതെ സ്വസ്ഥമായ, സന്തോഷമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും.
ഇന്ന് നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ പറ്റി നമുക്കൊന്ന് പരിശോധിക്കാം. പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ആഹാരം ഇന്ന് കെമിക്കൽ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മൾ എന്ത് ആഹാരം കഴിച്ചാലും ശരീരം അതിലെ മാലിന്യങ്ങളെ പുറന്തള്ളും, യാതൊരു സംശയവും വേണ്ട. പക്ഷെ നമ്മൾ നിരന്തരം കെമിക്കൽ അടങ്ങിയ ആഹാരം കഴിക്കുകയും ശരീരം അത് പുറന്തള്ളുന്നു, കഴിക്കുന്നു, പുറന്തള്ളുന്നു. പക്ഷെ എപ്പോഴും കെമിക്കൽ അടങ്ങിയ ഭക്ഷണം തന്നെ കഴിച്ചാൽ ശരീരത്തിന് ഒരു പരിധിയിൽ കൂടുതൽ ഈ പറയപ്പെടുന്ന മാലിന്യങ്ങളെ പുറന്തള്ളുന്ന ഒരു പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ശരീരം എന്ത് ചെയ്യും? ഈ പുറന്തള്ളപ്പെടാൻ പറ്റാത്ത മാലിന്യങ്ങളെ ശരീരം എവിടെയെങ്കിലും കൂട്ടിയിടും. ഈ കൂട്ടിയിട്ട് ചെയ്യുമ്പോൾ ശരീരത്തെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് എന്ത് തരും? ഒരു ജലദോഷം കൊണ്ടുവരും, അല്ലെങ്കിൽ ഒരു പനി കൊണ്ടുവരും, അല്ലെങ്കിൽ ഒരു വയറിളക്കം തരും, അല്ലെങ്കിൽ ഒരു ഛർദ്ദൽ തരും. ഇത് കാണുമ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യും? ഭയത്താൽ, പേടിയാൽ നേരെ ആശുപത്രിയിൽ പോവുകയോ മെഡിക്കൽ സ്റ്റോറിൽ പോവുകയോ നമ്മൾ ഗുളിക അല്ലെങ്കിൽ മരുന്ന് വാങ്ങി കഴിച്ച് ഈ പുറത്തേക്ക് പോവേണ്ട മാലിന്യത്തെ, ശരീരത്തിന്റെ നിലനിൽപ്പിന്, ശരീരത്തിന്റെ ബാലൻസിന് ആവശ്യമായിട്ടുള്ള ഈ പുറന്തള്ളപ്പെടേണ്ട മാലിന്യത്തെ പുറന്തള്ളപ്പെടാൻ കഴിയാതെ ഇത് ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അടിഞ്ഞുകൂടും. അങ്ങനെ കാലക്രമേണ ഈ ശുദ്ധമല്ലാത്ത നമ്മുടെ ആഹാര പദാർത്ഥങ്ങളും നമ്മുടെ ലൈഫ് സ്റ്റൈലിലൂടെ കാലക്രമേണ ഈ മാലിന്യങ്ങൾ കൂടി അത് വലിയൊരു മുഴയായിട്ടോ വലിയൊരു കുരുക്കളായിട്ടോ വലിയൊരു തടിപ്പായിട്ടോ നമ്മുടെ ശരീരത്തിൽ രൂപപ്പെടുമ്പോൾ നമുക്ക് കൂടുതൽ അസ്വസ്ഥതകളുണ്ടാവും. നമുക്ക് ഇന്നലെ ഉണ്ടായ ഒരു പനിയോ ജലദോഷമോ ഒരു വയറിളക്കോ ആ സാഹചര്യത്തിൽ നമ്മൾ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ അസ്വസ്ഥതകൾ ശരീരം പ്രകടിപ്പിക്കാൻ തുടങ്ങും. തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ കാണിക്കാനായിട്ട് നമ്മൾ വീണ്ടും ആശുപത്രിയിലും നമ്മൾ വിദഗ്ധമായ ചെക്കപ്പുകൾ, ലാബ് ടെസ്റ്റുകൾ, സ്കാനിങ്ങുകളൊക്കെ നടത്തും. അപ്പോൾ വിദഗ്ധരായിരുന്നു നമ്മൾ അഭിപ്രായപ്പെടുന്ന ഡോക്ടേഴ്സ് എന്ത് പറയും? നിങ്ങൾക്ക് ക്യാൻസറാണ്, നിങ്ങൾക്ക് ക്യാൻസറിൻ്റെ തുടക്കമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസർ അധികരിച്ചിരിക്കുന്നു, അവസാനത്തെ സ്റ്റേജാണ്, ഇനിയൊന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്കിത് റിമൂവ് ചെയ്ത് കളയണം, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇത് കരിയിച്ച് കളയണം, കീമോ സ്റ്റാർട്ട് ചെയ്യണം. ഇതാണ് നമുക്ക് കിട്ടുന്ന വിദഗ്ധമായ ഉപദേശം. എന്നാൽ നമുക്ക് പ്രകൃതി തന്ന, നമ്മുടെ ശരീരം തന്ന കുറേ സിഗ്നലുകളുണ്ട്. എൻ്റെ ശരീരത്തിൽ മാലിന്യം അടിഞ്ഞുകൂടിയിരിക്കുകയാണ്, ഇതിനെ എത്രയും പെട്ടെന്ന് കരിയിച്ച് കളയണം, പുറന്തള്ളപ്പെടണം. അതിന് നമ്മൾ പുറത്തിറങ്ങി ശുദ്ധമായ വായു ശ്വസിക്കുകയും നമ്മുടെ പ്രകൃതിദത്തമായിട്ടുള്ള വെയിൽ അല്പം കൊള്ളുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ചെറിയ ചെറിയ മാലിന്യത്തെ, ചെറിയ ചെറിയ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യത്തെ ശരീരം തന്നെ വയർപ്പായിട്ട് പുറന്തള്ളപ്പെട്ട് കളഞ്ഞാണ്. അപ്പോൾ നമ്മൾ വെയിൽ കൊള്ളാതെ മഴ നനയാതെ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നതിലൂടെ വിയർപ്പിലൂടെ പോകേണ്ട മാലിന്യത്തെ ശരീരത്തിന് പുറന്തള്ളാൻ കഴിഞ്ഞില്ല. പിന്നീട് ശരീരം അത് മലമായിട്ടും മൂത്രമായിട്ടും കഫമായിട്ടും ഛർദ്ദലായിട്ടും ഒക്കെ കളയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴെല്ലാം നമ്മൾ ഇതിനെ തടഞ്ഞു വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ അവസാനം ചെയ്യുന്ന എന്താണ്? അന്യായമായ റേഡിയേഷൻ, ഹൈ വോൾട്ടേജ് കറണ്ട് കൊടുത്തിട്ട് നമ്മൾ ഈ സാധനത്തിനെ കത്തിച്ച് കളയാണ്, നശിപ്പിച്ച് കളയാണ്. ഇതേ പ്രവൃത്തി തന്നെ നമുക്ക് ഈ പറയപ്പെടുന്ന ചെറിയ ചെറിയ അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമുക്ക് അല്പം വെയിലൊന്ന് കൊണ്ടു കഴിഞ്ഞാൽ, ശരീരത്തിന് അല്പം ചൂട് കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന മാലിന്യങ്ങളെയൊക്കെ ശരീരം തന്നെ സ്വാഭാവികമായിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള എനർജി കൊണ്ട് കത്തിച്ച് കളയില്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ മനുഷ്യന് ഈ പ്രകൃതിയിൽ ശാരീരികവും മാനസികവും അതുപോലെ തന്നെ സാമ്പത്തികമായിക്കൊള്ളട്ടെ കുടുംബമായിക്കൊള്ളട്ടെ നമ്മളിവിടെ ജീവിക്കുന്ന ഏതൊരു സാഹചര്യത്തിലും സ്വസ്ഥതയും സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ പറയപ്പെടുന്ന പഞ്ചഭൂത തത്വങ്ങളുടെ ബാലൻസിങ് ആവശ്യമാണ്. അതിന് നമ്മൾ നിരന്തരം നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചിന്തകളെയും എല്ലാത്തിനെയും നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം. ഈ ശുദ്ധീകരണ പ്രക്രിയയിലൂടെയാണ് ഈ പഞ്ചഭൂത തത്വങ്ങൾ സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ബാലൻസ്ഡ് ആവുന്നത്. അപ്പോൾ അതിന് നമ്മൾ പരമാവധി നമ്മുടെ വീട്ടിൽ നമ്മൾ കൃഷി ചെയ്യുക, ശുദ്ധമായ ആഹാരം വാങ്ങി കഴിക്കുക. കാരണം പുറത്തുനിന്ന് കിട്ടുന്ന ആഹാരങ്ങളൊന്നും ശുദ്ധമാണെന്ന് നമുക്ക് ഒരു തരത്തിലും ഉറപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ
നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ആഹാരം പാകം ചെയ്ത് കൃഷി ചെയ്ത് കഴിക്കുക. ശുദ്ധമായ വായു നമ്മൾ ഉറപ്പുവരുത്തുക. അതിന് എപ്പോഴും പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കാതെ പുറത്തൊക്കെ ഇറങ്ങി നടക്കാനും യാത്രകളൊക്കെ ചെയ്യാനും ശ്രമിക്കുക. അതുപോലെ വെയിൽ എന്ന് പറയുന്നത്, ചൂട് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൊരു ഘടകമാണ്. അപ്പോൾ വെയിൽ കൊള്ളാൻ പറ്റൂല എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പുറത്തിറങ്ങാതെ ജീവിക്കുന്നതിൽ നമുക്ക് ഈ പറയപ്പെടുന്ന പല മാലിന്യങ്ങളും ശരീരത്തിൽ കത്തിച്ചു കളയുന്നതിലൂടെ വിയർപ്പുണ്ടാക്കുന്നതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് വെയിലാണ്. അപ്പോൾ പരമാവധി ആളുകൾ അവനവൻ്റെ ശരീരത്തിന് താങ്ങാവുന്ന തരത്തിലുള്ള വെയിൽ കൊള്ളുക, അതിലൂടെ ശരീരത്തെ വിയർപ്പിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന എല്ലാ ഘടകങ്ങളെയും, വായു ആയിക്കൊള്ളട്ടെ, വെള്ളമായിക്കൊള്ളട്ടെ, നമുക്കറിയാം നമുക്ക് ദാഹമുണ്ടെങ്കിൽ മാത്രം വെള്ളം കുടിക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കുടിക്കുന്ന വെള്ളം എപ്പോഴും പച്ചവെള്ളമായിരിക്കുക, ശുദ്ധമായ നമ്മുടെ കിണർ വെള്ളമായിരിക്കുക. അപ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ എല്ലാ ഘടകങ്ങളെയും ഈ ശരീരത്തിൻ്റെ ബാലൻസിങ്ങിന് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ നിലനിർത്തുന്നതിന് അത്യാവശ്യമാണ്. അതിലൂടെ മാരകമായ അസുഖങ്ങൾ പോയിട്ട് ചെറിയ നിസ്സാരമായ അസുഖങ്ങളെ വരെ ശരീരം പുറന്തള്ളപ്പെടുകയും മാലിന്യത്തെ നീക്കം ചെയ്യുകയും സ്വസ്ഥവും സന്തോഷവും സമാധാനവുമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് മാത്രമല്ല നമ്മുടെ കുടുംബത്തിനും സ്വായത്തമാക്കാൻ സാധിക്കും എന്നുള്ള കാര്യം കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും സിംഗിൾ പോയിന്റ് അക്യുപഞ്ചർ ചികിത്സ സ്വീകരിക്കുക. അതോടൊപ്പം തന്നെ ഈ ചികിത്സ പ്രവർത്തിക്കുന്നത് പഞ്ചഭൂത തത്വങ്ങളിലാണ്. അപ്പോൾ എല്ലാ ആളുകളും പഞ്ചഭൂത തത്വങ്ങൾ എന്തൊക്കെയാണെന്നും അതെങ്ങനെയൊക്കെയാണ് നമ്മുടെ ശരീരത്തിലും നമ്മുടെ പ്രകൃതിയിലും പ്രവർത്തിക്കുന്നത് എന്നും കൂടി അന്വേഷിച്ച് പഠിച്ച് നല്ലൊരു ജീവിതം ജീവിച്ച് പൂർത്തിയാക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്.